ഹലോ ഗൈസ്, വെൽക്കം ടു ദ ലക്കി സ്റ്റാർ ബ്ലോക്കിലേക്ക്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇത് സൺഡേത്തെ ബ്ലോക്കാണ്. സൺഡേ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആകാൻ വേണ്ടി ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓല മേടിക്കേണ്ട ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആകാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് ഞായറാഴ്ച, അതായത് ഞങ്ങൾ ഞായറാഴ്ച എടുത്തതാണ്. അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് 2 ദിവസം ലേറ്റായി. അപ്പം മക്കളുള്ള അമ്മമാരൊക്കെ അറിയാമല്ലോ, ഓരോ പ്രശ്നങ്ങളും അവരുടെ വഴക്കൊക്കെ ആണല്ലോ. അപ്പം മോളൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ മുമ്പ് എഴുന്നേറ്റ് ഒരുങ്ങിയില്ല, ഒരുങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് എഴുന്നേറ്റ് ഒരുങ്ങിയിട്ട് വേണം. അപ്പോൾ പപ്പായേനും മമ്മീനെയും കൊണ്ടുവിടാൻ പോയേക്കോ. വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ പോയി പള്ളിയിൽ പോയപ്പോൾ ഫോണൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്ന് തിരിച്ച് അപ്പോൾ മോളോട് ഫോണിൽ പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് പറ്റിയില്ല. ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഓലം. അങ്ങനെ അവൾ ഐസ്ക്രീം തിന്നാൻ വേണ്ടി ഓലത്തേക്ക് കയറി. അപ്പോൾ എനിക്ക് തരുമെന്ന് ഞാൻ അമ്മയ്ക്ക് തരുമോ? പിന്നെ അവൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഭക്ഷണം കൊണ്ടുവന്നു. ഭക്ഷണം കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നു. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയതുകൊണ്ട് പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ രാവിലെ കടയിൽ നിന്ന് പോയി മേടിച്ചു. കടയിലാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. പള്ളി കഴിഞ്ഞോടെ ആൾക്കാരെല്ലാം കടയിൽ നിന്ന് മേടിച്ചു. പിന്നെ പൊറോട്ട കിട്ടി. പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നു. പൊറോട്ടയും കറിയും മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അവൾക്ക് പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് അവൾക്ക് മുട്ടക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾക്ക് മുട്ടക്കറിയും പ്ലേറ്റൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ ഓരോന്ന് കഴിക്കാനൊക്കെ ചായയും രാവിലെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഭയങ്കര അങ്ങനെ ഞങ്ങൾ സൺഡേകളിലൊക്കെയാണ് ഒന്നിച്ച് കൂടുതലിരിക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും തിരക്കാണല്ലോ. അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് പള്ളിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങോട്ടൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു ഓല എത്തിയെന്ന്. അങ്ങനെ അവൾ ഓല എന്തി ഓല വിഷം വെച്ചോ? ആരെ പൊക്കത്ത് വെച്ചേ? അമ്മ ഉണ്ടല്ലോ. അതിന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. പിന്നെ അവളെ ഞങ്ങൾ കൊണ്ടേ കടത്തിയിട്ട് പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ എഴുന്നേറ്റ് വന്നു. പിന്നെ അവളുടെ പെൻസിലും സ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുത്തി വരയ്ക്കാൻ വേണ്ടി തുടങ്ങി. അവൾക്ക് പിന്നെ പെൻസിൽ കുത്തി വരയ്ക്കാൻ അറിയത്തില്ല, എഴുതാനും വരയ്ക്കാനൊന്നും ആയിട്ടില്ല. അങ്ങനെ അവൾ പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ സ്ലേറ്റും പെൻസിലൊക്കെ എടുത്തുകൊണ്ട് എന്നെ എഴുതാനും പഠിപ്പിക്കാനൊക്കെ എന്നെ വരയിപ്പിക്കാമെന്ന് ചോദിച്ചു അവൾ എൻ്റെ അടുത്ത് വന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ അവളുമായിട്ട് കുറച്ച് ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് എഴുതിയൊക്കെ വെച്ച് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അവളിങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇടിയും മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വേഗം പോയി തുണിയൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ തുണി മടക്കാൻ വേണ്ടിയിരുന്നു. തുണി മടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് അവൾക്ക് മടക്കാൻ ഓരോന്നും തുടങ്ങി. അവളും ചുരുട്ടിക്കൂട്ടി അതിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ മടക്കി കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അവൾ അതിലേക്ക് പിന്നെ ഒരു നിക്കറൊക്കെ എടുത്തിട്ട് അവൾക്ക് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ നിക്കറൊക്കെ ഇടുന്നുണ്ട്. പിന്നെ തുണിയൊക്കെ ഒരുവിധം മടക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വഴക്കൊക്കെ പറഞ്ഞ് അവളെ അങ്ങോട്ട് ഓടിച്ചൊക്കെ ഞാൻ പിന്നെ ഒരുവിധം തുണിയെല്ലാം മടക്കി വെച്ചു. അന്നേരം അവൾക്ക് ഓരോ തുണിയൊക്കെ എടുത്ത് ഇടണം. പിന്നെ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് തുണിയൊക്കെ എടുത്തിട്ട് വന്നു. അമ്മ എടീക്ക് നമുക്ക് പോവാം, ടാറ്റ പോവാം നമ്മൾ. അപ്പോൾ ഈ ഉടുപ്പൊക്കെ എടുത്തിടും. അപ്പോൾ നമുക്ക് പോവാം, എടുത്ത് വെക്കുമ്പോൾ പോകാമെന്ന് പുറത്തേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. ഉടുപ്പെടുക്കണമെന്ന് അമ്മ പോവാമെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ഉടുപ്പൊക്കെ എടുത്ത് എടുത്ത് നമുക്ക് പിന്നെ പോവാം, അപ്പായി വന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു വിധത്തിൽ സമാധാനിച്ചിട്ട് ഉടുപ്പൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തുണിയെല്ലാം മടക്കി കഴിഞ്ഞാൽ അപ്പോൾ അവളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറയാൻ
ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ബബ്ഡപ്പിനെയാണ്. ഇതിന് 1000 സംതിങ് രൂപയെ വരുന്നുള്ളൂ. ഇത് നമുക്ക് ലാർജ് എക്സൽ സ്മോൾ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതിൽ ഞാനിപ്പം ലാർജിലാണ് ചെയ്തേക്കുന്നത്. 62 പാൻസ് ഇതിൽ വരുന്നുണ്ട്. അലോവേറ വിത്ത് സിങ്ക് ഓക്സൈഡാണ്. പ്രിവെൻറ്റ്സ് റാഷസ്, ഗൈഡ് സ്ലിറ്റ് ചാനൽസ് ആൻഡ് അഡീഷണൽ ഡിസ്പേർഷൻ ലെയർ ആൻഡ് സോഫ്റ്റർ ലെഗ് ഫിറ്റാണ്. പിന്നെ അതുപോലെ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. നമുക്ക് ലിക്വിഡ് ടെക്നോളജി അടങ്ങിയിരിപ്പുണ്ട്. പിന്നെ കോട്ടണി സൂപ്പർ സോഫ്റ്റാണ്. ഫ്രാഗ്രൻസബിളാണ്. ലാക്ടെക്സ് ആണ്. ക്ലോറിൻ ലിറ്റോയിനാണ്. ബബ്ഡപ്പിൻ്റെ പാൻസ് ന്യൂ ആൻഡ് ഇംപ്രൂവ്മെൻ്റ് ആണ്. സൂപ്പർ ചാനൽ ഗൈഡ് സ്ലിറ്റ് ചാനൽ സൂപ്പറാണ്. കോട്ടണി സൂപ്പർ പിള്ളേർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ സാധനമാണ് ഇത് വരുന്നത്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ബബ്ഡപ്പിന് സോഫ്റ്റാണ്. 62 പാൻസ് ഇതിലുണ്ട്. വെറും 1000 സംതിങ് രൂപയാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ. ഓഫറിൽ നമുക്ക് അവൈലബിൾ ആണ്. ലാർജാണ്. ഞാൻ വിത്ത് അലോവേറ വിത്ത് സൂപ്പർ ലോക്ക് ജെല്ലാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ വേണ്ടവർ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരണം. കോട്ടൺ ബംടപ്പാണ്. സോഫ്റ്റാണ്. ക്ലീൻ. ഏത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അലർജിയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് അനുഭവപ്പെട്ടില്ല. എൻ്റെ കുട്ടിക്ക് ഇതുവരെ അങ്ങനെ അലർജി അങ്ങനെ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. സൂപ്പറാണ്. ഞാൻ മനസ്സിലാക്കി. സൂപ്പറാണോ? ഇങ്ങോട്ടോ ബാ അനുസരിച്ച് ആബ്ര അനുസരിച്ച്. സൂപ്പറാണോ? ഇടണോ കുഞ്ഞേക്ക്? കുഞ്ഞേക്ക് ഇടണോ? ബൈ ബൈ ബൈ. ഉമ്മ ടേക്ക് കെയർ. ടാറ്റാ. ഉമ്മയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.